ക്രിക്കറ്റ് എന്ന ഗെയിമിനെ പറ്റിയും അതിൻ്റെ നിയമങ്ങളെപ്പറ്റിയും ഒട്ടുമിക്ക ആരാധകർക്കും അറിവുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ ചില അൺനോൺ ഫാക്ട്സിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫാക്ട് നമ്പർ 1. ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ സൈസിലും ഷേപ്പിലും വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഒരു ഗ്രൗണ്ട് നിർമ്മിക്കുമ്പോൾ അതിന് മിനിമം വേണ്ട ഒരു വലിപ്പം ICC നിശ്ചയിച്ചിട്ടുണ്ട്. 450 മുതൽ 500 ഫീറ്റ് ഡയമീറ്റർ അഥവാ 140 മുതൽ 150 മീറ്ററാണ് ഒരു സ്റ്റേഡിയത്തിൻ്റെ മിനിമം വലിപ്പമായി നിശ്ചയിച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക സ്റ്റേഡിയങ്ങളും ഓവൽ ഷേപ്പിലാണെങ്കിലും ഇതേ ഷേപ്പ് തന്നെ എല്ലാ സ്റ്റേഡിയത്തിനും വേണം എന്ന് നിർബന്ധമില്ല. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റേഡിയങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഗ്രൗണ്ടിൻ്റെ ഷേപ്പ് ഏതാണെങ്കിലും പിച്ചിൽ നിന്നും ബൗണ്ടറിയിലേക്കുള്ള ദൂരം സ്പെസിഫിക്കായി ഇത്ര വേണം എന്നുണ്ട്. മിനിമം 65 മീറ്റർ മുതൽ മാക്സിമം 90 മീറ്റർ വരെയാണ് ഒരു ഗ്രൗണ്ടിൻ്റെ ബൗണ്ടറി ലെങ്തായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന് ചെറിയൊരു എക്സെപ്ഷൻ ഉള്ളത് ന്യൂസിലാൻഡിലെ ഈഡൻ പാർക്ക് സ്റ്റേഡിയമാണ്. 1900 നിർമ്മിച്ച ഈ സ്റ്റേഡിയത്തിൻ്റെ സ്ക്വയർ ബൗണ്ടറി ലെങ്ത് 64 മീറ്ററും സ്ട്രെയിറ്റ് ബൗണ്ടറി 55 മീറ്ററുമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ സ്റ്റേഡിയവും ഈഡൻ പാർക്ക് തന്നെയാണ്. ഫാക്ട് നമ്പർ 2. മത്സരങ്ങൾ നടക്കുമ്പോൾ ബാറ്ററിൻ്റെ സ്ട്രെയിറ്റും ബാക്കിലുമായി 2 സൈഡ് സ്ക്രീൻ കാണാൻ സാധിക്കുന്നതാണ്. ബ്ലാക്ക് തുണി കൊണ്ട് മറച്ചിരിക്കുന്ന ഈ ഏരിയയിലേക്ക് ആരെങ്കിലും വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുകയോ ചെയ്താൽ ഉടൻ തന്നെ ബാറ്റർ മത്സരം നിർത്തിവെച്ച് ആ ഡിസ്ട്രാക്ഷൻ ഇല്ലാതാക്കുന്നത് എല്ലാ മത്സരത്തിലും തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ റീസൺ ഒരുപക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും. ബൗളർ എറിയുന്ന പന്ത് കുറെ കൂടി വ്യക്തമായി കാണുന്നതിന് വേണ്ടിയാണ് കറുത്ത തുണിയിട്ട സൈഡ് സ്ക്രീൻ T20യിലും ഏകദിനത്തിലും ഉപയോഗിക്കുന്നത്. ടെസ്റ്റിൽ റെഡ് ബോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വെള്ള നിറത്തിലുള്ള തുണിയിട്ട സൈഡ് സ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. ഫാക്ട് നമ്പർ 3. ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി 30 ക്യാമറകൾ വരെയാണ് ഇപ്പോൾ ഉപയോഗിക്കാറുള്ളത്. സ്ലോ മോഷൻ ഫൂട്ടേജിന് വേണ്ടി 7 അൾട്രാ മോഷൻ ക്യാമറകൾ, 2 സ്റ്റംപ് ക്യാമറകൾ, ഒരു സ്പൈഡർ ക്യാം, 12 HD മോഷൻ ക്യാമറകൾ, 7 ഹോക്കേ ക്യാമറകൾ എന്നിങ്ങനെ ആ ലിസ്റ്റ് നീണ്ടുപോകുന്നു. ചില മത്സരങ്ങളിൽ അമ്പയറുടെ തൊപ്പിയിൽ വരെ ഇപ്പോൾ ഓരോ ക്യാമറ വെച്ച് കാണാനും സാധിക്കും. ഇത്രയും ക്യാമറകൾ ഒരു മത്സരത്തെ വീക്ഷിക്കുന്നത് കൊണ്ട് ബേസിക്കലി മത്സരത്തിൻ്റെ ഒരു മൊമെന്റ് പോലും ഇപ്പോൾ ആരാധകർക്ക് മിസ്സാകില്ല. ഹോക്കേ ക്യാമറകൾ തന്നെ 6ന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയി ഗ്രൗണ്ടിന്റെ 2 സൈഡിലും 2 സ്പീഡ് ഗൺസ് കൂടെ എല്ലാ സ്റ്റേഡിയത്തിലും കാണാൻ സാധിക്കും. ബൗളേഴ്സ് പന്തെറിയുമ്പോൾ ഉടൻ തന്നെ പന്തിന്റെ സ്പീഡ് ഇതുവഴിയാണ് TV സ്ക്രീനിൽ എത്തുന്നത്. ഫാക്ട് നമ്പർ 4. തേർഡ് അമ്പയർ മത്സരങ്ങൾ നടക്കുമ്പോൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കാറുണ്ട്. എന്നാൽ തേർഡ് അമ്പയറുടെ ക്യാബിൻ എവിടെയാണ് എന്ന് ഒരു മത്സരത്തിൽ പോലും പ്രോപ്പറായി കാണിക്കാറില്ല. ജസ്റ്റ് തേർഡ് അമ്പയറും മാച്ച് ഒഫീഷ്യൽസും ഒരു ചില്ലുകൂട്ടിൽ ഇരിക്കുന്നത് മാത്രമേ ചില സ്റ്റേഡിയങ്ങളിൽ ടെലികാസ്റ്റ് നടത്തുമ്പോൾ കാണാൻ സാധിക്കാറുള്ളൂ. ആക്ച്വലി മത്സരം ഡയറക്റ്റായി കാണാൻ പറ്റുന്ന ഒരു ക്യാബിനിലായിരിക്കില്ല ഒട്ടുമിക്ക സ്റ്റേഡിയങ്ങളിലും തേർഡ് അമ്പയർ ഇരിക്കുന്നത്. നമ്മൾ മത്സരം കാണുന്നത് പോലെ തന്നെ TV വ്യൂയിങ് ക്യാബിനിലായിരിക്കും തേർഡ് അമ്പയറും ഉണ്ടാവുക. എന്നാൽ ഇവിടെയുള്ള വ്യത്യാസം എന്തെന്നാൽ മൾട്ടിപ്പിൾ മോണിറ്ററുകളും ഓരോ പന്തിനും പല ആംഗിളിൽ നിന്നുള്ള റീപ്ലേകളും അവർക്ക് ലഭ്യമാകും എന്നതാണ്. കൂടാതെ ഓൺ ഫീൽഡ് അമ്പയറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനവും തേർഡ് അമ്പയറുടെ പക്കലുണ്ടാകും. ചില സ്റ്റേഡിയങ്ങളിൽ എഡിറ്റിംഗ് ടീമിനും തേർഡ് അമ്പയറുടെ അതേ ക്യാബിനിലായിരിക്കും സീറ്റിംഗ് ഫെസിലിറ്റി കൊടുക്കുക. ഇവിടെ എഡിറ്റിംഗ് ടീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മത്സരത്തിൻ്റെ സ്കോർ കാർഡ്, ഗ്രാഫിക്സുകൾ എന്നിവ എഡിറ്റ് ചെയ്യുന്നവരാണ്. ഫാക്ട് നമ്പർ 5. തേർഡ് അമ്പയറെ മത്സരത്തിനിടയിൽ കാണാൻ പറ്റില്ല എങ്കിലും കമന്റേറ്റർമാരെ മത്സരത്തിനിടയിൽ ഒരുപാട് തവണ കാണാൻ സാധിക്കും. ആദ്യകാലങ്ങളിൽ ഡയറക്റ്റായി മത്സരം കണ്ട് കമന്ററി നടത്തുന്നതിന് വേണ്ടി ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു ക്യാബിനിലായിരുന്നു കമന്റേറ്റർമാർ ഇരുന്നിരുന്നത്. കാരണം അന്ന് TV സംവിധാനങ്ങൾ വളരെ ലിമിറ്റഡ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ഒരുപാട് മാറിയിരിക്കുമ്പോൾ ഡയറക്റ്റായി സ്റ്റേഡിയത്തിലെ ലൈവ് മത്സരങ്ങൾ കണ്ടല്ല കമന്റേറ്റർമാർ കമന്ററി നടത്തുന്നത്. നേരെ മറിച്ച് മത്സരം ലൈവ് TVയിലൂടെ കണ്ടാണ് ഇവർ കമന്ററി നടത്തുന്നത്. പക്ഷേ കമന്റേറ്റർമാർ ടെലികാസ്റ്റിംഗ് ടീമിന്റെ ഭാഗമായതുകൊണ്ട് മത്സരത്തെപ്പറ്റി അവർ ആവശ്യപ്പെടുന്ന എന്ത് ഡാറ്റയും TV സ്ക്രീനിൽ ടെലികാസ്റ്റിംഗ് ടീം കാണിക്കും. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയ അനാലിസിസ് പണ്ടത്തെ മത്സരങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഫാക്ട് നമ്പർ 6. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ മാത്രം ചില കമ്പനികളുടെ പരസ്യങ്ങൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണാൻ സാധിക്കാറുണ്ട്. എന്നാൽ മത്സരം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ഇതവിടെ കാണാൻ സാധിക്കാറുമില്ല. ഇത് ഓരോ മത്സരത്തിന് മുൻപും എക്സ്പേർട്ട് ടീമിനെ ഉപയോഗിച്ച് സ്പെഷ്യൽ കളർ യൂസ് ചെയ്ത് നടത്തുന്ന സ്പ്രേ പെയിന്റിംഗ് ആണ്. ഇത് പെട്ടെന്ന് ഫേഡായി പോകുന്നത് കൊണ്ട് മത്സരം നടക്കുമ്പോൾ അതിനു മുകളിൽ ചവിട്ടാൻ താരങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്. മത്സരങ്ങൾ കഴിഞ്ഞ് വാട്ടർ സ്പ്രേ ചെയ്യുമ്പോൾ ഈ പെയിന്റിംഗ് ഓട്ടോമാറ്റിക്കായി മാഞ്ഞു പോവുകയും ചെയ്യും. ഓരോ മത്സരത്തിൻ്റെയും അല്ലെങ്കിൽ ടൂർണമെൻറ്റിൻ്റെയും സ്പോൺസേഴ്സ് ആയിരിക്കും മെയിനായി അവരുടെ ലോഗോ ഇങ്ങനെ അഡ്വർടൈസ് ചെയ്യുന്നത്.